പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വേറിട്ട പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് സതീശന്റെ നുണപറച്ചിൽ എന്ന മത്സരം സംഘടിപ്പിച്ചത്. പരിപാടി സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പുതുയുഗയാത്ര ജില്ലയിൽ പര്യടനം നടത്തുമ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. മത്സരാർത്ഥികൾക്ക് അനുവദിച്ച സമയം 2 മിനിറ്റ്. ലഭിച്ച സമയത്തിനുള്ളിൽ വി.ഡി. സതീശന്റെ കല്ലുവെച്ച നുണകൾ ആലോചിച്ചെടുക്കാൻ ആർക്കും പ്രയാസം യാതൊന്നുമുണ്ടായില്ല. നടന്നതോ വാശിയേറിയ മത്സരം. ചൂരൽമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ 1 വർഷം കൊണ്ടാണ് സ്ഥലം ഏറ്റെടുത്തത്, ഞങ്ങൾ 4 മാസം കൊണ്ടാണ് സ്ഥലം ഏറ്റെടുത്തെന്നുള്ളൊരു പച്ചക്കള്ളം പറയുകയുണ്ടായി. RSS പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്നുള്ളത് പറവൂര് വെച്ച് നടന്ന 2006 പറവൂര് വെച്ച് നടന്ന RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ ജന്മശതാബ്ദി ചടങ്ങിൽ വി.ഡി. സതീശൻ പങ്കെടുക്കുകയും അതിന്റെ ഫോട്ടോകളും വീഡിയോകളും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ വാക്കുകൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മാറ്റി പറയുകയും നുണക്കോട്ടകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണുമൂടാൻ ശ്രമിക്കുകയും ചെയ്ത സതീശന്റെ നുണകൾ അക്കമിട്ടു നിരത്തിയ മത്സരാർത്ഥികൾക്ക് സമയം തികഞ്ഞില്ല എന്നതേയുള്ളൂ പരാതി. പ്രതിപക്ഷ നേതാവിന്റെ നാക്കിൽ നുണകൾ മാത്രം വരുന്നത് പതിവായതോടെയാണ് എന്തുകൊണ്ട് ഇതൊരു മത്സരമാക്കിക്കൂടാ എന്ന ചിന്തയിലേക്ക് ഡിവൈഎഫ്ഐ എത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിൻ്റെ നുണയെക്കുറിച്ച് ചോദിച്ചാൽ കുറച്ച് നുണകൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. വേറെ ചിലത് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിനെതിരെ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമ ഇറക്കി നുണ പ്രചരിപ്പിക്കുകയാണ് സംഘപരിവാർ. അതുപോലെ കേരളത്തെ എങ്ങനെ മോശമാക്കാം, കേരളത്തിൻ്റെ വികസനത്തെ, കേരളത്തിലെ ഗവൺമെൻറ്റിനെ, കേരളത്തിലെ ജനങ്ങളെയൊക്കെ എങ്ങനെ കബളിപ്പിക്കാം എന്ന ആലോചന നടത്തി ആസൂത്രണം ചെയ്ത് നുണ പറയുന്നത് പോലെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നത്. എത്രയെത്ര നുണകൾ! അത് ഇങ്ങനെ തുടർച്ചയായി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതാണ് ഇത് ഒരു മത്സര ഇനമായി എടുക്കാൻ പറ്റുന്നതാണ്. സതീശൻ പറഞ്ഞ നുണകളെക്കുറിച്ച് ഡിവൈഎഫ്ഐ സബ് കമ്മിറ്റി തയ്യാറാക്കിയ വീഡിയോ പ്രദർശനം കണ്ടുനിന്ന കാണികളെയും പൊട്ടിച്ചിരിപ്പിച്ചു. ഓൺലൈനിലൂടെയും സതീശൻ പറഞ്ഞ നുണകൾ അയച്ചു നൽകാം. ഇവ ഉൾപ്പെടുത്തി സതീശന്റെ നുണകൾ എന്ന പേരിൽ ഓൺലൈൻ ബുക്ക് ഇറക്കുവാനുള്ള തയ്യാറെടുപ്പും നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നുണകൾ എണ്ണി പറഞ്ഞ സഫ്വാൻ, അദീന, ഷിഫ, അമൃത എന്നിവരെ മത്സരത്തിലെ വിജയികളായി തിരഞ്ഞെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.